ഹായ് ഓൾ, കൂടെയുള്ളത് ഇക്ബാൽ സാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. പക്ഷേ ചിലപ്പം സൈലം യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാണ് ഇക്ബാൽ സാർ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സാറിനെ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ IIT-കളെ കുറിച്ച് പലരും കേൾക്കാതിരുന്ന കാലത്ത് IIT കോച്ചിങ്ങുകൾ ഇത്രയും സുലഭമായി കിട്ടാതിരുന്ന, ഈവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പോലും ഇത്രയും സുലഭമായി കിട്ടാതെ, ഇതുപോലെ യൂട്യൂബിലേക്കൂടെയും അത് മറ്റുമായിട്ട് ടെക്നിക്കൽ പരമായിട്ട് അസിസ്റ്റൻസ് ഒന്നും കിട്ടാതെ അങ്ങനെയുള്ള ഇന്നത്തെ കാലത്ത് കിട്ടുന്ന പല സപ്പോർട്ടുകളും കിട്ടാതിരുന്ന കാലത്ത് തൃശ്ശൂർ ജില്ലയിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ മദ്രാസ് IIT-യിൽ എത്തി അവിടെ നിന്ന് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങി. അപ്പൊ തന്നെ പ്ലേസ്മെന്റ് മുഖാന്തരം എഞ്ചിനീയറിംഗിന് ജോലി കിട്ടി. പക്ഷേ തന്റെ മേഖല അതല്ല, തനിക്ക് കൂടുതൽ കുട്ടികളെ കേരളത്തിൽ നിന്നും IIT-കളിലേക്കും അതേപോലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും എത്തിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് IIT കോച്ചിങ്ങിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ 12 വർഷമായിട്ട് കേരളത്തിലെ IIT കോച്ചിങ്ങിലെ തലപ്പത്ത് നിൽക്കുന്ന 12 വർഷ കാലഘട്ടത്തില് ഒരുപാട് കുട്ടികളെ ഇന്ത്യയിലെ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IIT-കൾ, ഐസർ, നൈസർ, NITs അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എത്തിച്ച വളരെ പ്രഗത്ഭനായ സാറാണ് ഇക്ബാൽ സാറ്. ഞാൻ ആദ്യം തന്നെ സാറിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം സാർ. സാറേ, നമ്മുടെ IIT-ന്ന് സാറ് മെഡലിസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ സ്വാഭാവികമായിട്ടും കമ്പനികളൊക്കെ കൊത്തിക്കൊണ്ട് പോയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്, പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഉപേക്ഷിച്ചിട്ട് സാറ് എന്തിന് ടീച്ചിങ് മേഖല അല്ലെങ്കിൽ IIT കോച്ചിങ്ങിലേക്ക് ഇറങ്ങിയത്? ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ഊഹമായിട്ട് പറഞ്ഞതാണ്, സാറിന് ഒരു ബോഡി ലാംഗ്വേജ് കണ്ടുള്ള വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതന്നെയാണോ? എന്താണ് സാറ് ഈ കോച്ചിങ്ങിലേക്ക് ഇറങ്ങാനുള്ള റീസൺ? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് ഭയങ്കര ഇഷ്ടമാകാനുള്ള റിയൽ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച നല്ല ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 1ാം ക്ലാസ് മുതൽ നമ്മളെ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിപ്പിച്ച സാറ് മുതൽ അതേപോലെ തന്നെ IIT-ൽ വരെ മാത്സ് പഠിപ്പിച്ചവരൊക്കെ വളരെ നല്ല ടീച്ചേഴ്സാണ്. അപ്പോൾ നാച്ചുറലി നമ്മളെ സബ്ജക്റ്റിനോട് ഇഷ്ടമുണ്ടാവും. ചെറുപ്പം മുതലേ എനിക്ക് മാത്സ് ഒരു മൂലയിലിരുന്ന് ചെയ്യണം എന്നുള്ള, ഒരു റൂമിന്റെ ഒരു മൂലയിലിരുന്ന് മാത്സ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. പിന്നെ മാത്സിന് ഇതുപോലെ കോമ്പറ്റീഷൻ, മാത്സ് ഒളിമ്പ്യാഡിനൊക്കെ ഞാൻ സ്റ്റേറ്റ് ടോപ്പറൊക്കെ ആയിരുന്നു. അപ്പോൾ മാത്സിനോടുള്ള പാഷൻ ഉണ്ട്. അപ്പോൾ മാത്സ് നന്നായി ചെയ്യാവുന്നത് കൊണ്ട് നാച്ചുറലി IIT-ൽ എത്തിപ്പെട്ടു. പിന്നെ IIT-ൽ എത്തിയപ്പോൾ, അതാണ് രണ്ടാമത്തെ കാരണം, IIT-ൽ എത്തിയപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കേരളം പോലത്തെ ഒരു ഭയങ്കര എഡ്യൂക്കേഷനിലൊക്കെ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് വളരെ കുറച്ച് ആളുകളാണ് IIT-ലേക്ക് എത്തുന്നത്. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള നമ്പറൊക്കെ എടുത്ത് നോക്കിയാൽ ഷോക്കായി പോകും. അപ്പോൾ കേരളത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, ഇപ്പോൾ ഞാനൊക്കെ സാധാരണ 6ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച് ഗ്രാമത്തിൽ പഠിച്ചു. പിന്നെ അതിന് ശേഷം CBSE-യിലേക്ക് മാറി അങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി എത്തിയതാണ്. ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാനും അതേപോലെ അവരെ ഗൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് തന്നെ വന്നത്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മാത്സിലേക്ക്, റിസർച്ചിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ജോബിലേക്കോ പോകാമായിരുന്നു. പക്ഷെ ഈ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഇതിലൊരു അട്രാക്ഷൻ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താണ്, ജോലി കിട്ടിയത് മദ്രാസിലാണ്. അപ്പൊ നാട്ടിലേക്ക് വരാമെന്നുള്ള ഒരു ചെറിയൊരു പേഴ്സണൽ അജണ്ട കൂടി അതിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഊഹ ഏകദേശം കറക്റ്റ് ആണ്. അത് തന്നെയാണ്. അപ്പൊ സാറ് പറഞ്ഞതിൽ ഞാൻ ചെറുതായിട്ടും കൂടി ആഡ് ചെയ്യാണ്. സാറ് പഠിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പഠിക്കുന്നത്. അന്നും ഇതേപോലെ IIT-കളെ കുറിച്ചൊന്നും അധികം ഈവൻ ഞാൻ അടക്കമുള്ള ആൾക്കാർ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ എനിവേ, എന്റെ ചോദ്യം കുട്ടികൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്. അപ്പൊ നമുക്ക് 2024 JEE വരാൻ വേണ്ടി പോവാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ, നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം IIT-ലെത്തി. പിന്നീട് ഈ 12 വർഷമായി കോച്ചിങ് രംഗത്തുള്ള കേരളത്തിലെ മികച്ച സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിച്ച് കോച്ചിങ് രംഗത്തുള്ള ഒരാളെന്ന നിലയിൽ 2024 JEE ആസ്പിറൻസിന് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആസ്പിറൻസിന് സാറിന് പറയാനുള്ള നിർദ്ദേശങ്ങൾ എന്താണ്? ഇതിൽ സാറേ, നമുക്ക് IIT എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ കുറേ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സാർ നേരത്തെ പറഞ്ഞ IIT-കളുണ്ട്, NIT-കളുണ്ട്, ഐസർ ഉണ്ട്, IIST, അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇതിലൊക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് IIT. അത് എന്ത് മാനദണ്ഡം എടുത്താലും IIT-കൾ എന്ന് പറഞ്ഞാൽ ഒരു പടിയല്ല, ഒരുപാട് മുകളിലാണ് IIT-കൾ ഉള്ളത്. അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് കുറെ മുന്നേ തന്നെ, ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇതുപോലെ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സാറ് പറഞ്ഞു തന്നിട്ട് എനിക്കിത് മനസ്സിലായി. അപ്പൊ തന്നെ അന്ന് തൊട്ട് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയതാണ് IIT. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകളാണ് ഈ IIT-ലേക്കുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിനേക്കാൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഇതിന്റെ കോമ്പറ്റീഷനും കുറേ മുകളിലാണ്. അതായത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്നതിനേക്കാളും
വളരെ ബുദ്ധിമുട്ടാണ് ഈ IIT പോലത്തെ ഇതിലേക്ക് എത്തുക എന്നുള്ളത്. തീർച്ചയായും. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾ ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമ്മുടെ സൈലം യൂട്യൂബ് ചാനല് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ 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 അതെ. അപ്പൊ ഈ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് അതിന് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അതെ അത് കറക്റ്റ് മനസ്സിലാവുന്നത്. നമ്മളിതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ കോമ്പറ്റീഷന്റെ മാഗ്നിറ്റ്യൂഡാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പല ആളുകളും എന്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചാല് IIT കുറിച്ച് അറിയുന്ന ആളുകൾ പറഞ്ഞെന്താ വെച്ചാല് IIT വേണ്ടി ശ്രമിച്ചോ, IIT കിട്ടിയില്ലെങ്കിൽ NIT ഒക്കെ കിട്ടും. പക്ഷെ ഞാൻ എപ്പോഴും ഉറപ്പിച്ചിരുന്നു IIT തന്നെ പോവുള്ളൂ, എനിക്ക് NIT പോകണ്ട, IIT തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രിപ്പറേഷൻ ചെയ്തത്. അപ്പോ ആ ഒരു നിശ്ചയദാർഢ്യം, അതായത് നിർബന്ധമായിട്ടും ഇത് കിട്ടിയാ കിട്ടി പോയാ പോയി, KKPP എന്നല്ല, ഉറപ്പായിട്ട് ഇത് കിട്ടണം, അതിനു വേണ്ടി കഷ്ടപ്പെടണം, അങ്ങനെയാണെങ്കിൽ കിട്ടും എന്നുള്ളതിന് വലിയൊരു തെളിവാണ്. ഇപ്പൊ ഞാനും അതേപോലെ നമ്മൾ പഠിപ്പിച്ചൊരു ഒരുപാട് കുട്ടികൾ നമുക്കറിയാം IIT എത്തുക. അപ്പൊ IIT എത്തുക എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പൊ എന്തുകൊണ്ട് IIT എത്തണം എന്നുള്ളതൊക്കെ നമ്മളിപ്പോ ഓൾറെഡി IIT ക്യാമ്പസ് ടൂർ ഒക്കെ നമ്മള് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാളൊക്കെ ഒരുപാട് മേലെയാണ് ഈ സംഭവം. അതിന് അതിന്റേതായ കോമ്പറ്റീഷൻ കാര്യങ്ങളുണ്ട്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിനോട് ഈ ചോദ്യം ചോദിച്ചത്. കാരണം ഒരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അവിടത്തേക്ക് എങ്ങനെ എത്താം എന്ന് യഥാർത്ഥത്തിൽ പറയേണ്ട ആളാരാണ്. അതിന് അതേപോലെ പ്രിപ്പയർ ചെയ്ത് ആ രീതിയിൽ വളർന്നു വന്ന ആൾക്കാണ് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് സാറോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അത് മാത്രല്ല, ഇപ്പൊ ഞാനിപ്പോ ഒരു ഏകദേശം ഒരു 20-25 വർഷങ്ങളായിട്ട് ഇതിന്റെ എക്സാം പാറ്റേണും അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നു, ഇതിന്റെ കോമ്പറ്റീഷന്റെ മാഗ്നിറ്റ്യൂഡും ഈ ഡെവലപ്മെന്റ് മുഴുവൻ വാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് ഒന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ IIT പരീക്ഷന്റെ കോമ്പറ്റീഷന്റെ മാഗ്നിറ്റ്യൂഡ് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ വേണം എന്നുള്ളതാണ് ഇതിലെ റിയാലിറ്റി. അല്ലാണ്ട് ജെഇ മെയിന്റെ പ്രിപ്പറേഷൻ ഒരു പൊടിക്ക് മുകളിലെത്തി അല്ലെങ്കിൽ എന്നതുകൊണ്ട് ചിലപ്പോൾ IIT കിട്ടണമെന്നില്ല. കാരണം ഇത് ഓൾ ടുഗദർ ഡിഫറെന്റ് എക്സാം ആണ്. ഈ എക്സാമിന് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് IIT പ്രൊഫസർമാര് തന്നെ കുത്തിയിരുന്ന് റിസർച്ച് ചെയ്ത് അവര് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുന്ന ഹൈലി കോൺസെപ്റ്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. വേറെ ബുക്കിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക. ഹൈലി കോൺസെപ്റ്റൽ ക്ലാരിറ്റി, അതിലെ ക്രിസ്റ്റൽ ക്ലിയർ കോൺസെപ്റ്റ് ഉള്ള ആളുകൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ നല്ലൊരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഒരു സർഫസ് ലെവൽ. ഇപ്പൊ മേ ബി ജെഇ മെയിനിൽ പോലും ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഷോർട്ട് കട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പക്ഷെ അഡ്വാൻസ് പോലുള്ള പരീക്ഷയിൽ ഇത് റയർ ആയിട്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാം, പാറ്റേൺസ് കുറവായിരിക്കും. അതൊക്കെയാണ് ഒരു കാര്യം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ എക്സാമിന്റെ സിലബസ്. ഇപ്പൊ നമുക്കറിയാം ജെഇ മെയിന്റെ സിലബസ് ഇപ്രാവശ്യം റെഡ്യൂസ്ഡ് സിലബസ് ആണ്. പക്ഷെ അഡ്വാൻസിന്റെ സിലബസിലേക്ക് വരുമ്പോൾ ഒറിജിനൽ സിലബസ് തന്നെയാണ് അവര് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിലബസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം അതായത് വ്യത്യാസം എന്ന് വെച്ചാൽ ജെഇ മെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിലബസിൽ വ്യത്യാസം ഉണ്ട്. പ്രത്യേകിച്ച് കെമിസ്ട്രിയിലൊക്കെ ജെഇ മെയിന്റെ സിലബസ് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അഡ്വാൻസിന്റെ സിലബസ് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഫുൾ സിലബസ് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ സിലബസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസിന് വളരെ കൂടുതലാണുള്ളത്. അതേപോലെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ എക്സാമിന്റെ പാറ്റേൺ ഉണ്ടല്ലോ. ജെഇ മെയിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല് സിംഗിൾ ആൻസർ ടൈപ്പും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അഡ്വാൻസിൽ പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ 1 or more than ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പാറ്റേൺ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യല്, മാട്രിക്സ് മാച്ച് അല്ലെങ്കിൽ ലിസ്റ്റ് മാച്ചിങ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അഡ്വാൻസിന് ശരിക്കും വേണ്ടത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ 1 or more than ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ പാർഷ്യൽ മാർക്കിംഗ് ഉണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അങ്ങനെ പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള ഒരു എക്സാം ആണ് അത്. അതിലൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ വെറുതെ ഒരു പ്രോബ്ലം സോൾവിങ്ങോ ഒന്നും നടത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല. ആ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിൽ കൂടെ കടന്നു പോയാലാണ് ശരിക്കും അഡ്വാൻസ് പോലുള്ള പരീക്ഷയ്ക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, അതായത് ജെഇ മെയിനിൽ നിന്ന് വ്യത്യാസമുണ്ട് ഈ പരീക്ഷയാണെന്നും അതിന്റെ കോമ്പറ്റീഷൻ വ്യത്യാസം ഉണ്ടെന്നും എക്സാം പാറ്റേൺ വ്യത്യാസം ഉണ്ടെന്നും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇത് പഠിച്ചെടുക്കണം എന്നുള്ളതാണ് ഇതിലെ വലിയൊരു സംഭവം ഈ ജെഇ അഡ്വാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ IIT അഡ്മിഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം സാറോട് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എനിക്കറിയാം സാറ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇതിന്റെ പൾസ് കറക്റ്റ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അടുത്തത്, മക്കളെ എപ്പോഴാണ് കുട്ടികൾ ഇത് പഠിച്ചു തുടങ്ങേണ്ടത്? നമ്മുടെ ജെഇ എക്സാമിന് അഡ്വാൻസ് എക്സാമിന് വേണ്ടിയിട്ട് കുട്ടികൾ പഠിച്ച് തുടങ്ങേണ്ടത് എപ്പോഴാണ്? ശരിക്കും ഇത് നമ്മളൊരു കുട്ടി ജെഇന്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ പാരലി കൊണ്ടുപോകേണ്ടതാണ്. അതായത് ഇപ്പൊ +1 +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. പക്ഷെ ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ഒന്നും ചിലപ്പോൾ ചെയ്തു പോകാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താ, ജെഇ മെയിന്റെ ജനുവരി സെഷന്റെ റിസൾട്ട് ഒരു വിത്തിൻ ഒരു 7 days or 10 days റിസൾട്ട് വരും. ആ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഫുൾ ആയിട്ട് ജെഇ അഡ്വാൻസ് പ്രിപ്പറേഷനിലേക്ക് പോകണം. കാരണം ജെഇ മെയിന്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ ഏകദേശം നമ്മളുടെ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു
95% കിട്ടുന്ന ഒരു കുട്ടിക്ക് പിന്നെ അത് മനസ്സിലായി ഇനി എന്താണ്, ഇനി അഡ്വാൻസിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഇനി കാര്യമായിട്ടുള്ള ജെയ്മെയിൻ സ്പെസിഫിക് പ്രിപ്പറേഷൻ ഇല്ലെങ്കിലും അടുത്ത ഫേസിലേക്ക് എന്ത് ചെയ്യാം, സ്കോർ ഇംപ്രൂവ് ചെയ്യാനൊക്കെ പറ്റും, അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ നടത്തിയാൽ പറ്റും. അപ്പൊ അവരെന്ത് ചെയ്യണം, ഫുള്ളി എന്ത് ചെയ്യണം, അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷനിലേക്ക് പോകണം. എന്നാൽ ഒരു 90 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോർഡർ ആണ്. ആ 90% കിട്ടുന്ന ആളുകളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവര് ജെയ് മെയിനുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. ജെയ് അഡ്വാൻസിന്റെ കുറച്ച് പ്രോബ്ലംസും, ഫോർ എക്സാമ്പിൾ ജെയ് അഡ്വാൻസിന്റെ പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ജെയ് മെയിൻ ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് അവർ കൊണ്ടുപോകേണ്ടത്. ഇനി അതിന് തൊട്ട് താഴെയുള്ളവര് മേ ബി 80% 70% കിട്ടിയവര് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ സെക്കൻഡ് ലെവൽ ജെയ് മെയിനുള്ള ഫോക്കസ് ആണ് ചെയ്യേണ്ടത്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെയും അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനും, കാരണം നമ്മളൊരു എന്താ പറയുക സീറ്റ് സെക്യൂർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അപ്പൊ ജെയ് മെയിനില് വിചാരിച്ചത്ര സ്കോർ വരുന്നില്ലെങ്കിൽ സെക്കൻഡ് ലെവൽ ജെയ് മെയിൻ ഏപ്രിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും പിന്നെ അതിനുശേഷം ഏകദേശം 1.5 മാസത്തോളം അഡ്വാൻസിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടുന്നുണ്ട്. അപ്പോ ജെയ് മെയിൻ ജനുവരി സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ, അപ്പോ അത് കഴിഞ്ഞ് പിന്നെ റിസൾട്ട് ഒന്നും വരാനൊന്നും കാത്തിരിക്കേണ്ട, നമുക്ക് ഏകദേശം പരീക്ഷ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ കിട്ടുമല്ലോ നമ്മൾ എവിടെ നിൽക്കുന്നു, നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ. അപ്പൊ ഉടനെ തന്നെയാണ് അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ സാറ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സമയത്ത് സാറ് പറഞ്ഞ സിലബസിന്റെ കാര്യം കുറെ വെട്ടിച്ചൊരുക്കിയിട്ടുണ്ട് മെയിൻസിന്, പക്ഷെ അഡ്വാൻസിനും എന്തില്ല വെട്ടിച്ചുരുക്കിയില്ല. അപ്പൊ 95% എബോവ് കിട്ടിയ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അത് വെട്ടിച്ചുരുക്കിയ ഇതുകൂടി പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ സാർ പറഞ്ഞ ബോർഡർ ഉണ്ടല്ലോ, ഒരു 90 ആ റീജിയനിൽ കിട്ടിയ, അപ്പൊ ആ കുട്ടി എന്താ ചെയ്യേണ്ടത് അബൌട്ട് ദിസ് വൺ? ആ കുട്ടികളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഫസ്റ്റ് ഫോക്കസ് ജെയ് മെയിൻ തന്നെ ആയിരിക്കണം. കാരണം ജെയ് മെയിൻ നിന്ന് 90% കിട്ടിയ ഒരു കുട്ടി 97 ഒക്കെ എത്തിയാലാണ് ഒരു സീറ്റ് ഗ്യാരണ്ടി കിട്ടുള്ളൂ. തീർച്ചയായിട്ടും ആ സീറ്റ് ഗ്യാരണ്ടി ഉറപ്പുവരുത്തണല്ലോ. അപ്പൊ അതിന് ജെയ് മെയിൻ ലെവലുള്ള ഒരു പ്രിപ്പറേഷൻ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ ആ ലെവലിൽ പ്രിപ്പറേഷൻ പോവാ. പിന്നെ എന്ത് ചെയ്യാം, ഇതേ ടോപ്പിക്കുകളിലുള്ള ജെയ് അഡ്വാൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ജെയ് അഡ്വാൻസിലേക്ക് വരുമ്പോൾ ചില സ്ട്രാറ്റജി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജെയ് അഡ്വാൻസ് ഇത്രയും കൂടി ലോ സ്കോറിംഗ് പരീക്ഷ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏകദേശം ഇപ്പൊ ചില വർഷങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ എനിക്ക് തോന്നുന്നു 30% കിട്ടിയവർക്ക് വരെ അടിപൊളി സീറ്റ് കിട്ടുന്ന വർഷങ്ങളുണ്ട്. ചില വർഷങ്ങളിൽ ഇത്രയും കൂടി കട്ട് ഓഫ് ഉണ്ട്. പക്ഷെ യൂഷ്വലി ഒരു 50% കിട്ടിയ നല്ല റാങ്ക് കിട്ടുന്ന ഒരു പരീക്ഷ, 50% കിട്ടിയാല് നമ്മൾക്ക് ജനറൽ കാറ്റഗറിയിൽ തന്നെ നല്ല റാങ്ക് കിട്ടുന്ന ഒരു പരീക്ഷയാണ് ജെയ് അഡ്വാൻസ്. ഞാൻ എഴുതുന്ന സമയത്ത് IIT ജെയ് ആയിരുന്നു. ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 60% ആയിരുന്നു. എനിക്ക് 60% മേലെ ഉണ്ടായിരുന്നു. അന്ന് ഓൾ ഇന്ത്യ 1003 ആയിരുന്നു റാങ്ക്. അപ്പോ ഇന്ന് ഓൾ ഇന്ത്യ 1003 ആയിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത്. അന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു 1000-നുള്ളിൽ ഒരു 10-15 പേർക്കൊക്കെയാണ് കിട്ടുക. ഏകദേശം കേരള റാങ്ക് ആ ലെവലുണ്ടാവും. അതെ. കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് എനിക്ക് 14ാമത്തെ റാങ്ക് 14ാമത്തെ റാങ്ക് കീമോ പരീക്ഷയില്. ഓക്കെ, അപ്പൊ ആ ഒരു ലെവല് ഒരു ഐഡിയ ഉണ്ടാവണം. അതായത് നല്ല ഒരു സബ്ജക്ട് നന്നായിട്ട് അറിയാമെങ്കിൽ അതിൽ ഡീപ്പായിട്ട് പോവാം. അതായത് ലോ സ്കോറിംഗ് പരീക്ഷ എത്ര ടഫായി വന്നാൽ പോലും ആ സബ്ജക്ട് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്സ് നന്നായിട്ട് അറിയാം. പിന്നെ രണ്ടാമതൊരു സബ്ജക്റ്റ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്തത് കെമിസ്ട്രിയാണ്. കാരണം കെമിസ്ട്രി നമുക്കറിയാം മാത്സും ഫിസിക്സും ആണല്ലോ ഒരു കണക്ഷൻ കൂടുതൽ. ഇതെന്താ വെച്ചാൽ കെമിസ്ട്രിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് ആണ് മാത്സിന്റെ. ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ ആലോചിക്കാം ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന സബ്ജക്ട് കെമിസ്ട്രി. കുറെ കാര്യങ്ങൾ അതേപടി ചോദിക്കും, അതേപടി പഠിച്ചു പോകണം. കുറച്ചൊക്കെ ലോജിക്കുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി. പഠിക്കാൻ കഷ്ടപ്പാടാണ്. കാരണം പല ആളുകളും നമ്മൾ ജെയ് ആസ്പിറൻസ് പറയുമ്പോൾ അവര് പറയാന്ന് വെച്ചാൽ ഞാൻ മെമ്മറൈസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, ഞാൻ തറവാട്ടി പറഞ്ഞതാണ്, ഞാൻ മെമ്മറൈസ് ചെയ്യില്ല, കാണാപ്പാടം പഠിക്കുന്ന ടൈപ്പല്ല. പക്ഷെ എന്താ വെച്ചാൽ കെമിസ്ട്രി പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും, പഠിക്കണം. പക്ഷെ കുറെ കാര്യങ്ങളിൽ ലോജിക് ഉണ്ട്, ഫിസിക്കലും ഓർഗാനിക്കലും ഈവൻ ഇൻഓർഗാനിക്കൽ പോലും ലോജിക് വെച്ചിട്ടും ഒക്കെ കണക്ട് ചെയ്യാവുന്ന ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടാവും. അത് പഠിക്കണം. അപ്പൊ എന്റെ സെക്കൻഡ് സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി നന്നായി പഠിച്ചു, മാത്സ് നന്നായിട്ട് ഓൾറെഡി അറിയാം, നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് അഡ്വാൻസ് IIT ജെയ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഈ കാര്യങ്ങളാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഡീപ്പായിട്ട് പോകുകയാണ് വേണ്ടത്. ഇപ്പൊ സാർ ഇപ്പൊ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ കുട്ടികൾക്ക്, ഐ മീൻ സൈലത്തിലെ കുട്ടികൾക്ക് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോർ ദിസ് അഡ്വാൻസ്ഡ് എക്സാം? നമുക്കറിയാം പല കാറ്റഗറി സ്റ്റുഡൻസ് വരുന്നുണ്ടാവും. സാറ് പറഞ്ഞ പോലെ 95% എബോവ് ഉണ്ട്,
അതേപോലെ ബോർഡറിൽ നിൽക്കുന്ന, അപ്പൊ അവർക്ക് എന്താണ് നമ്മുടെ പ്ലാൻ എന്താണ്? സാറ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജെയ്മെയിൻ കഴിഞ്ഞ ഉടനെ തന്നെ അഡ്വാൻസിലേക്ക് പ്രിപ്പറേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് എന്റെ സ്ട്രാറ്റജി. അപ്പൊ നമ്മള് ആ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പല കാറ്റഗറി ഓഫ് കുട്ടികൾക്കായിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ സൂപ്പർ 30 എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച്, അത് അത്യാവശ്യം നല്ല സ്കോർ ഇപ്പോൾ ഓൾറെഡി തന്നെ കരസ്ഥമാക്കിയവർക്ക് അഡ്വാൻസിന്റെ ക്ലാസ്സുകൾ നല്ല റിഗറസ് ആയിട്ട് ഡീപ് ഡൈവിംഗ് ഇൻ ടു പ്രോബ്ലം സോൾവിങ്, ആ രീതിയിൽ നമ്മൾ കിടിലം ക്ലാസ്സുകൾ എവറി ഡേ ക്ലാസ് കൊടുത്ത് മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവസാനം വരെ കൊണ്ടുപോകുന്ന ഒരു ബാച്ച് ഉണ്ട്, സൂപ്പർ 30 ബാച്ച്. അതേപോലെ തന്നെ നമ്മൾ സ്പീഡ് ബാച്ച് എന്ന് പറഞ്ഞൊരു ഒരു ബാച്ച് കൂടി, അതായത് അഡ്വാൻസ് നോക്കണം എന്നാൽ ജെയ് മെയിനും കൂടി എന്ത് ചെയ്യണം, അടുത്ത അതായത് ജെയ് മെയിനും കൂടി നോക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് സ്പീഡ് ബാച്ച് എന്ന് പറഞ്ഞിട്ട് സ്പീഡ് ബാച്ചും നടത്തുന്നുണ്ടാവും. പിന്നെ പാരലലി അടുത്ത ജെയ്ക്കുള്ള വേണം, അത് തന്നെ പ്രൈമറി ഫോക്കസ് ഉള്ളവർക്ക് ജെയ് XPL ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിന് ജെയ് റിവിഷൻ പ്രോഗ്രാം ഒക്കെ ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ നമ്മളുടെ കുട്ടികളുടെ പൾസ് അനുസരിച്ച് അവർക്ക് എവിടെ നിൽക്കുന്നു അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മള് പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം പിന്നെ നമ്മളിപ്പോ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഏറ്റവും ആക്സെപ്റ്റൻസ് കിട്ടിയ പ്രോഗ്രാം ആയിരുന്നു LMRP. ഇന്നുപോലും ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് LMRP ഈസ് വെരി സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ ഈ വരാൻ പോകുന്ന പ്രോഗ്രാം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്, അതിന്റെ പ്രത്യേകത എന്താ? അപ്പം സാർ പറഞ്ഞ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ടുള്ള ഈ പാത്രം അറിഞ്ഞ് വിളമ്പുന്ന ആ ഒരു പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് സാരത്തിന്? ഇതിൽ സാറേ നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനൊന്ന് നോക്കണേ, ഇപ്പൊ നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, കേരളത്തിന് പുറത്തുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, വലിയ നാഷണൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പം മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ കേരളത്തിൽ തന്നെ ഇതേപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് IITians പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോപ്പ് ടീച്ചേഴ്സിന്റെ ലൈനപ്പ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഉറപ്പാണ്, അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട്. അപ്പൊ ഈ ടീച്ചേഴ്സ് എല്ലാം ഇതിലേക്ക് ഇറങ്ങും. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കി അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എന്ത് മെറ്റീരിയൽ വേണം കുട്ടികൾക്ക്, അവർക്ക് എന്ത് എക്സാം വേണം, ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഈവൻ പ്രിന്റഡ് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ മെറ്റീരിയൽ അഥവാ കണ്ടന്റിന് നമുക്ക് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ സൈലം തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മെറ്റീരിയൽ അവർക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി, അതായത് കണ്ടന്റ് സ്ട്രാറ്റജി നമുക്കുണ്ട്. ഏറ്റവും അപ്ഡേറ്റ് നമ്മളെന്ന് വെച്ചാൽ കണ്ടന്റ് സ്ട്രാറ്റജി നമുക്കുണ്ട്. ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ടല്ല നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നമ്മളുണ്ട് എന്താണ് പ്രിപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടന്റ്, അത് നമ്മൾ കറക്റ്റ് അതുപോലെ ഉണ്ടാക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എക്സാംസ് എഴുതുകയും എക്സാം എഴുതിയിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു കൃത്യമായിട്ട് ഐഡിയ നമുക്ക് വേണം. അപ്പൊ എനിക്ക് കിട്ടിയ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു നാഷണൽ ലെവൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് മോക്ക് എക്സാംസ് എഴുതാൻ പറ്റുകയും പീരിയോഡിക് ടെസ്റ്റുകളൊക്കെ എഴുതാൻ പറ്റും. എനിക്ക് എവിടെയാണ് റാങ്ക് കിട്ടുന്നത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, എത്ര റാങ്ക് വീഴാൻ സാധ്യത ഉണ്ടെന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം, ഫിസിക്സ് വാല എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 എഡ്ടെക് പ്ലാറ്റ്ഫോം ആണ്. അപ്പോ ഈ വർഷം JEE എഴുതുന്ന മോർ ദാൻ 50% ആസ്പിറൻസും ഫിസിക്സ് വാലയുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ ഫിസിക്സ് വാലേന്റെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടും. അപ്പൊ അത് ഹ്യൂജ് അഡ്വാൻറ്റേജ് അല്ലേ? കാരണം ഒരാൾക്കും കേരളത്തിൽ ഒരാൾക്ക് പോലും ഓഫർ ചെയ്യാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സംഭവം. അതാണ് ഹൈലൈറ്റ് അഡ്വാൻറ്റേജ്, അതാണ് അതിൽ ഏറ്റവും വലിയൊരു സംഭവം. അപ്പൊ ആ ടെസ്റ്റ് എഴുതുന്നു. പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാല് നമ്മളുടെ ഒരു പോളിസി, കമ്പനി പോളിസി, ഇപ്പൊ ആനന്ദു സാർ ആയാലൊക്കെ കുട്ടികൾക്ക് മാക്സിമം കിട്ടണം എന്നുള്ള സ്റ്റുഡന്റ് സെൻട്രിക് അപ്രോച്ച്. അതായത് കുട്ടികളെ വെറുതെ എക്സാം എഴുതാൻ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ സ്വന്തം പഠിച്ചു എന്നതിനേക്കാളും അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെച്ചാൽ മാക്സിമം കണ്ടന്റ് കൊടുക്കുക, പരീക്ഷന്റെ അവസാനം വരെ അവരെ കൂടെ കൊണ്ടെടുക്കുക. ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയും. അവരെ കൈ പിടിച്ച് അവരെ ഗൈഡ് ചെയ്ത് പരീക്ഷന്റെ അവസാനം വരെ. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാല് അവസാനം വരെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അത് എല്ലാ പരീക്ഷയ്ക്കായാലും ഇപ്പൊ നമ്മുടെ CEO ആയാലും നമ്മളെ LK സാർ ആയാലും ഇവരൊക്കെ പോളിസി എന്ന് തന്നെ പറഞ്ഞ എന്താണ്, എല്ലാ അധ്യാപകരാണെങ്കിലും അതെ എല്ലാ അധ്യാപകരായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയാലും കുട്ടികളുടെ കൂടെ തന്നെ അവസാനം വരെ നിൽക്കുക. സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള, കാരണം നമ്മുടെ എല്ലാ അധ്യാപകരും ഫുൾ ടൈം ആളുകളാണ്. എല്ലാ അധ്യാപകരും എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിക്കുന്ന ആളുകളാണ്. എല്ലാ ടീച്ചേഴ്സും എന്തിനും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ല ക്രൂ ഉണ്ട്. അതെ പറഞ്ഞ പിന്നെ ഏതാ പറയാ, ടെക്നിക്കൽ ആണെങ്കിലും ടീച്ചിങ് നോൺ ടീച്ചിങ് എല്ലാ സ്റ്റാഫ്. മാത്രമല്ല ടെക്നോളജി ഒക്കെ നമ്മൾ അത്രമാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ GIB, കേരളത്തില് GIB നമ്മൾ ആദ്യമായിട്ട് ഇത്രയും ലാർജ് സ്കെയിലില്, കാരണം എനിക്ക് തോന്നുന്നത് ഓൾ ഇന്ത്യ പ്ലെയേഴ്സ് വരെ ഇത് കണ്ടിട്ട് ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കേരളം മുഴുവൻ, ഒരു സ്റ്റേറ്റ് മുഴുവനും ഒരേ സമയം ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റ് അല്ലെങ്കിൽ ഒരു JEE കമ്പ്യൂട്ടർ ബേസ്ഡ് മോക്ക് എക്സാംസ് ഒക്കെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള്
നല്ല എന്താ പറയാ മുന്നോട്ട് തന്നെ ജെയിന്റെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റുഡൻസിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതിൽ കാത്തിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ സാറിപ്പോ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ കുറിച്ചാണ്. നമ്മുടെ കുട്ടികൾ മീൻസ് സൈലത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളെ കുറിച്ച്. പക്ഷേ സൈലത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽ നമ്മുടെ കുട്ടികളെ മാത്രമല്ല സപ്പോർട്ട് ചെയ്ത്, അതായത് സോഷ്യലി കമ്മിറ്റ് ആയിട്ട് പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് എക്സാം ആണെങ്കിലും സൈലം അത് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം എന്റെ ചോദ്യം ഇതാണ്, ഈ ജെയ് അഡ്വാൻസ്ഡ് എക്സാമിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാർ. നമ്മളത് ജീനിയസ് ജെയ്ക്ക് ആയിട്ട് ജീനിയസ് കമ്മ്യൂണിറ്റി നമ്മളുണ്ടല്ലോ, ആ. അതേപോലെ തന്നെ അഡ്വാൻസിനായിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൈലം ജെയ് അഡ്വാൻസ് ചാനൽ. അപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് അഡ്വാൻസിന് വേണ്ടി അത് കഴിഞ്ഞ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അഡ്വാൻസിന്റെ പല ഡിസ്കഷൻസും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഈ വർഷം ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇനിയും ജെയ് അഡ്വാൻസിന് വേണ്ട കണ്ടന്റും അതേപോലെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും അതിന്റെ നോട്ടിഫിക്കേഷനും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ആ ചാനൽ നമ്മൾ ആക്റ്റീവായിട്ട് വീണ്ടും ആ ചാനൽ ആക്റ്റീവായിട്ട് തുടങ്ങും. അതെ. സോ മക്കളെ, നിങ്ങൾ സാറ് പറഞ്ഞത് കേൾക്കുക. നിങ്ങൾ ഒരു ജെയ് അഡ്വാൻസ്ഡ് ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ചാനൽ ഉണ്ട്, കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതെപ്പോഴും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെക്കുക. നമുക്ക് അഡ്വാൻസ് എക്സാം കഴിയുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല. സൈലം എൻറ്റയർ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് നേടാടാം.